പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിന്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. പ്രിയ ദൈവമക്കളെ നോക്കൂ, പുതിയ നിയമത്തിൽ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞതായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 3 കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ നിയമം നാം പഠിക്കുമ്പോൾ യാഗം അർപ്പിക്കുമ്പോൾ യഹോവയ്ക്ക് സൗരഭ്യവാസനയായി യാഗം അർപ്പിക്കണമെന്ന് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ന്റെ ഹല്ലേലൂയ 15 രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും അപ്പോസ്തലനായ പൗലോസും തന്നോട് കൂടെയുള്ളവരും ദൈവത്തിന്, അതായത് ക്രിസ്തുവിന്റെ സൗരഭ്യം വാസനയുള്ളവരാണ്. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിലുള്ള തങ്ങളുടെ വിശ്വാസവും ക്രിസ്തുവിലുള്ള ദൈവിക പരിജ്ഞാനവും വിശ്വാസികളുടെ വീണ്ടെടുക്കപ്പെട്ട ജീവിതങ്ങളും ദൈവത്തിൻ്റെയും മനുഷ്യന്റെയും മുമ്പിൽ ഒരു സൗരഭ്യവാസനയായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ സൗരഭ്യവാസന ദൈവത്തിന് പ്രസാദകരമാണ്. ഹല്ലേലൂയ. സൗരഭ്യവാസന മാനുഷികമായി നാം നോക്കുമ്പോൾ 16-ാം വാക്യം, ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ന്റെ 18 പറയുന്നുണ്ട്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം, അതായത് ദൈവിക സന്ദേശം ഓരോന്നും ദൈവിക ശക്തി ഇറങ്ങി വരുന്നതാണ്. ഹല്ലേലൂയ. നശിച്ചു പോകുന്നവരുടെ ഇടയിലും രക്ഷിക്കുന്നവരുടെ ഇടയിലും ക്രൂശിന്റെ വചനം സൗരഭ്യം പകരുന്നതായിരിക്കണം. നോക്കൂ, നമ്മെ വിളിച്ചിരിക്കുന്നവരുടെ പാപത്തിന്റെ അവസ്ഥയിൽ കഴിയുന്ന ജീവിതങ്ങളെ അതിൽ നിന്ന് വീണ്ടെടുത്ത് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ജീവങ്കിലേക്ക് കൊണ്ടുവരുവാനാണ് കർത്താപ്പച്ച് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എവിടെ ദുർഗന്ധം വമിക്കുന്നുവോ അവിടെ പോയി നാം സൗരഭ്യവാസനയുള്ളവരായി മാറാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് നാം നോക്കുമ്പോൾ സൗരഭ്യം ഉള്ളിടത്ത് പിന്നെയും പോകുവാനാ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, എല്ലാവർക്കും എല്ലായിടത്തും പോയി സൗരഭ്യം പകരുവാൻ സാധിക്കില്ല. പ്രിയ മക്കളെ, ദൈവവിളി ഉള്ളവർക്ക് മാത്രമേ, അതായത് യേശു ഹൃദയത്തിൽ വസിക്കുന്നവർക്ക് മാത്രമേ സൗരഭ്യവാസന ഉള്ളവരാകുവാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ, യേശുവിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളും മറ്റുള്ളവർക്ക് ഹല്ലേലൂയ വചനം പറഞ്ഞു കൊടുക്കുകയും ആ വചനത്തിലൂടെ അവർ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കുകയും ആ സൗരഭ്യം, യേശുവിലുള്ള സന്തോഷം, സമാധാനം, സ്വസ്ഥത അനുഭവിപ്പാൻ ഇടയാകുകയും ചെയ്യുകയുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ ഹല്ലേലൂയ സമൂഹത്തിൽ നാം ഇടപെടുന്ന ഓരോ ഇടങ്ങളിലും പല രീതിയിലാണ് ജനങ്ങളായിരിക്കുന്നത്. നാം നോക്കുമ്പോൾ ആരുടെയും യഥാർത്ഥ അവസ്ഥകൾ അറിയുവാൻ സാധിക്കില്ല. ഹല്ലേലൂയ. നോക്കൂ, പുറമേ നോക്കുമ്പോൾ ആർക്കും ഒരു കുഴപ്പവുമില്ല. അവരുടെ ഇടയിലേക്ക് നാം ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഭാരങ്ങൾ ഇറക്കി വെക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലണം. അവരുമായിട്ടൊന്ന് ഇടപെട്ടെങ്കിൽ മാത്രമേ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുകയുള്ളൂ. ഹല്ലേലൂയ. അതായത് രോഗാവസ്ഥകൾ, മുള്ളിന്റെ അനുഭവങ്ങൾ, തീച്ചൂളയുടെ അനുഭവങ്ങൾ, എന്തിനേറെ പറയണം. ഹല്ലേലൂയ. നാം ഒരു പൂന്തോട്ടം ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ വിവിധ തരത്തിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. പക്ഷെ എല്ലാം കാണുമ്പോൾ നല്ല ഭംഗിയാ, പക്ഷെ കാഴ്ചയ്ക്ക് വളരെ മനോഹരമാ. എന്നാൽ എല്ലാറ്റിൽ നിന്നും സൗരഭ്യവാസന ലഭ്യമാകണമെന്നില്ല. പ്രിയ മക്കളെ, നോക്കൂ, റോസാ ചെടി ഒന്ന് നോക്കുമ്പോൾ അതിന്റെ മുള്ളുള്ളതാണെന്നും പറഞ്ഞ് ആരും അതിനെ മാറ്റി നിർത്തുകയില്ല. ഹല്ലേലൂയ. മുല്ലപ്പൂ ചെറുതാണെന്നും പറഞ്ഞ് അതിനെയും
ആരും മാറ്റി നിർത്തുകയില്ല, തള്ളിക്കളയുക ഒന്നും ചെയ്യത്തില്ല. പ്രീതി മക്കളെ, എങ്ങനെയാണ് റോസാ ചെടി നന്നായി മുള്ളുള്ളതാണെങ്കിലും അതിനെ പരിപാലിക്കുന്നത്? ഹാലലുയ. മുല്ലപ്പൂ എന്താണ്? ചെറിയ ചെടിയെ ചെറിയ പൂവാന്നും പറഞ്ഞേ അതിനെ നമ്മൾ നന്നായി സംരക്ഷിക്കുന്നുണ്ടല്ലോ. ഹാലലുയ. എന്നാൽ ഒരു താമര പൂവിനെ നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഹാലലുയ. ചെളിയിലായി ഇത് വളരുന്നത്. ഹാലലുയ. അതിന്റെ മനോഹാരിത, ഹാലലുയ, എത്ര നല്ലതാണ് പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. ഏത് പുഷ്പവും വിടർന്നു വന്നെങ്കിൽ മാത്രമേ അതിന്റെ ഭംഗിയും സൗരഭ്യവാസനയും നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഹാലലുയ. എല്ലാവരുടെയും സ്ഥിതി ഒന്നുപോലെ ആകണമെന്നില്ല. ഹാലലുയ. നല്ല നിലത്ത് നിൽക്കുന്നതാണെന്ന് പറഞ്ഞ് അതെപ്പോഴും സൗരഭ്യം പകരുന്നതാകണമെന്നില്ല പ്രിയ ദൈവമക്കളെ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരും ഏതവസ്ഥയിലാണ് പോകുന്നതെന്ന് നമ്മുടെ കർത്താവിനറിയാം. ഹാലലുയ. നാം ക്രിസ്തുവിന്റെ സൗരഭ്യവാസന തീരണമെങ്കിൽ നമ്മൾ ക്രിസ്തു ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ വചനം നമ്മൾ ഹല്ലേലൂയ അത് നമ്മൾ അറിഞ്ഞ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി ദൈവത്തിന്റെ വചനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായിരിക്കണം. ഹാലലുയ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സൗരഭ്യം പകരുവാൻ കഴിയാത്തതായ എല്ലാവിധമായിട്ടുള്ള ആ ജഡീക ചിന്തകളെ, ദുർഗന്ധം പരത്തുന്ന, ഹാലലുയ, പരത്തുന്നു എന്ന് നമുക്ക് തോന്നുന്നതായ എല്ലാവിധ ദുഷ്ടചിന്തകളും വിട്ടിട്ട് ഹാലലുയ യേശുവിങ്കലേക്ക് നാം കടന്നു വരികയും ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ എവിടെയും സൗരഭ്യവാസന പകരുവാൻ നമുക്ക് സാധിക്കും. ഹാലലുയ. ഇന്നെങ്ങനെയാ? ഹൃദയത്തിൽ പാപങ്ങൾ കഴുകിക്കളയാതെ പലരും കൂട്ടായ്മയിലൊക്കെ പങ്കെടുക്കുക. അതുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത് പോലെ ദൈവിക വിടുതലൊന്നും അനുഭവിപ്പാൻ കഴിയാത്തത്. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ പാപങ്ങളൊക്കെ നീക്കിക്കളഞ്ഞ്, ഹാലലൂയ, എത്ര വചനം പറഞ്ഞാലും നല്ല പ്രവർത്തികൾ ചെയ്താലും കർത്താവിന്റെ സൗരഭ്യ വാസന പകരപ്പെടണമെന്നില്ല പ്രിയ മക്കളെ. എല്ലാ ജഡീക ചിന്തകളൊക്കെ കളഞ്ഞിട്ട് ദൈവസന്നി ഇരിക്കുമ്പോൾ മാത്രമേ ഒരു ചെറിയ വചനം പറഞ്ഞാൽ മതി. ഹാലലുയ. ഒരു സ്വല്പം പറഞ്ഞാൽ മതി. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ സന്തോഷം നിറയുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഹാലലുയ. അത് യേശുക്രിസ്തു പറഞ്ഞെന്താ? ഞാനും പിതാവും ഒന്നാകുന്നു എന്നാ. അതുകൊണ്ട് പുത്രനിൽ തന്റെ പിതാവിനുള്ള സൗരഭ്യവാസനയുണ്ട്. നമ്മളും നമ്മുടെ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിലാണ് ഹാലലുയ നമുക്ക് സൗരഭ്യം പകർന്നു കൊടുക്കുവാൻ കഴിയുന്നത്. ഹാലലുയ. യേശുവിലുള്ള ഹല്ലേലൂയ നമ്മുടെ നമ്മൾ എങ്ങനെയാണോ കർത്താവിനോട് ഇടപെടുന്നത്, കർത്താവിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ പ്രാപിച്ചെടുക്കുന്നത്, ആ സൗരഭ്യമാണ് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്നത്. പ്രിയ ദൈവമക്കളെ, ജഡീക സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ കർത്താവിന്റെ സൗരഭ്യവാസന പകരുവാനോ കഴിയുകയില്ല. ഹാലലുയ. അതുകൊണ്ട് നാം ഒരു കാര്യം ചെയ്യണം. ജഡീക ചിന്തകൾ, പാപ സ്വഭാവങ്ങളെല്ലാം നമ്മിൽ നിന്ന് നീക്കിക്കളയണം പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. അവരുടെ ചിന്ത മുഴുവൻ എന്താ? അല്ലെങ്കിൽ ജഡീക ചിന്തകളായിരിക്കും. ഹാലലുയ. ആ ജഡീക ചിന്തകൾ നമ്മിൽ നിന്ന് നീക്കിക്കളയണമെങ്കിൽ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കണം. ഹാലലുയ. കർത്താവിനെ നമ്മൾ സ്വീകരിക്കണം. യേശുവിന്റെ വചനം നമ്മൾ മനസ്സിലാക്കി ഹാലലുയ അത് പ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, ഈ ജഡീക ചിന്ത ഉള്ളവരൊക്കെ എന്താ? പണത്തിനും പ്രൗഢിക്കും, ഹല്ലേലൂയ, അതൊക്കെ നോക്കി അവർ എന്തും അവർക്ക് മുൻചിന്ത അതേ ഉള്ളൂ. ജഡീകമായിട്ട് ഞങ്ങൾക്ക് വളരണം, ആത്മാവിന് വേണ്ടുന്നതാ ആത്മീയ ചിന്ത അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നതേ ഇല്ല. ഹല്ലേലൂയ. നോക്കൂ, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. നാം ആത്മസ്വഭാവമുള്ളവരാകുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. ജഡീക ചിന്തകളെല്ലാം നമ്മിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നെന്താ? യേശുവിന്റെ സൗരഭ്യവാസനയായി ഞാൻ തീർന്നത് യേശുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നോക്കൂ, ക്രിസ്തുവിന്റെ സ്നേഹനിമിത്തം എല്ലാം ചപ്പും ചവറുമെന്നെണ്ണി അപ്പോസ്തലൻ നമ്മയും വിളിക്കുക. ഹാലലുയ. നിങ്ങളും യേശുവിന്റെ സൗരഭ്യവാസനയായി മാറുവാൻ പ്രിയ ദൈവമക്കളെ ഈ നാളുകളിൽ ഹാലലുയ ഇവിടുത്തെ ചിന്തകളല്ല, ഈ ഭൂമിയിലുള്ള ചിന്തകളൊക്കെ വിട്ടിട്ട് ഉയരത്തിലുള്ള ചിന്തയിലേക്ക് ഹാലലുയ കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്നവരായി എൻ്റെ
കർത്താവിന് വേണ്ടി എനിക്ക് ജീവിക്കണമെന്നുള്ള ആ ചിന്തയിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. എല്ലാ ജഡിക ചിന്തകളും, മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്ന ചിന്തകൾ, ഹല്ലേലൂയ, ദുർഗന്ധം വമിക്കുന്ന എല്ലാ ചിന്തകളും യേശുവിന്റെ നാമത്തിൽ നമ്മിൽ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് ആത്മസ്വഭാവമുള്ളവരായി, ആത്മീക ചിന്തയുള്ളവരായി നമുക്ക് തീരാം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന പകരുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, എന്നെ അതിനു വേണ്ടി ഒരുക്കിയെടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീരുവാൻ ഇടയായി തീരട്ടെ. വചനത്തിന് മുമ്പാകെ ഓരോ മക്കളും സമർപ്പിക്കട്ടെ. കർത്താവെ, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ ഹല്ലേലൂയ ഓരോരുത്തരെയും സഹായിക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഓരോ മക്കളെയും സൗരഭ്യം പരത്തിയെടുക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മാനവും മഹത്വവും കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.